അമ്മായിയമ്മ മരുമക്കൾ പോര് കൂടിക്കൊണ്ടിരിക്കുമ്പോ ഓരോ പെൺമക്കളോടും ഓരോ ആൺമക്കളോടും പറഞ്ഞു കൊടുക്കണം, മോളെ നിനക്കൊരു അഡ്രസ് ഉണ്ടായത് നിന്റെ ആണ് നിനക്ക് മഹർ തന്നപ്പോഴാ. ആ ആണിനെ നിനക്ക് എവിടുന്ന് കിട്ടിയതാ? ഒരു ഉമ്മ, ആ ഉമ്മ നൊന്തുപെറ്റ മകനാ, പെറ്റവയറിന്റെ നോവോടുകൂടി പോറ്റി വളർത്തിക്കൊണ്ടുവന്ന മോന. ആ മോനെ നിനക്കൊരു അഡ്രസ്സിനായി ആ ഉമ്മ തന്നിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയിലുള്ള പോരായ്മകൾ സഹിച്ച് ക്ഷമിച്ച് ആ ഉമ്മാനെ സ്നേഹിക്കാൻ നിനക്ക് പറ്റണം. അല്ലാതെ കെട്ടിയതിന്റെ 4ാമത്തെ ആഴ്ച എങ്ങനെയെങ്കിലും തലേണ മന്ത്രം നടത്തി എന്റെ ആണിനെയും വിടർത്തി ഒരു 4.5 സെന്റോ 5 സെന്റോ വാങ്ങി രക്ഷിതാക്കളെ അവഗണിക്കുന്ന ഒരു മനോഭാവം, ഒരു ചിന്ത ഒരു മക്കൾക്കും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സ്നേഹിക്കാൻ ആൺമക്കളാണോ? ആ ആൺമക്കളുടെ ഭർത്താക്കൾ ഉമ്മമാരോട് തന്റെ അമ്മായിയമ്മ എന്ന നിലക്കല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മോളെ, നിന്റെ മാതാപിതാക്കൾ അതേപോലെ തന്നെ നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കൾ രണ്ടുപേരും നിനക്കൊരുപോലെ തുല്യരാ. എനിക്കൊരു പെണ്ണിനെ തന്നതും എന്റെ കുടുംബത്തിൽ എന്റെ അംഗസലം വർദ്ധിപ്പിച്ചതും എന്നെ വാപ്പ എന്ന് വിളിക്കാൻ എനിക്കൊരു പൈതലുണ്ടായതും എന്റെ പെണ്ണിന്റെ വേദന കൊണ്ടാണെങ്കിൽ ആ പെണ്ണിനെ കൈപിടിച്ചു തരുമ്പോ എന്റെ മകളെ ഞാൻ നിനക്ക് തന്നു എന്ന് 19-20 കൊല്ലം പൊന്നുപോലെ നോക്കിയ ആ മകളെയാണ് എനിക്ക് തന്നതെങ്കിൽ ആ പെണ്ണിനെ ഞാൻ മരണം വരെ പൊന്നുപോലെ നോക്കണം. ആ ഉമ്മാനെയും വാപ്പാനെയും ഞാൻ അമ്മോശാക്കയും അമ്മായിയുമായിട്ടല്ല കാണേണ്ടത്, സ്വന്തം രക്ഷിതാക്കളായിട്ട് കാണണം. അതാണ് ഇസ്ലാമിന്റെ ബന്ധം. ഓരോ രംഗത്തും ആ ബന്ധങ്ങളൊക്കെ ഇന്ന് അകലത്തിലായിക്കൊണ്ടിരിക്കുകയാ. മുഖത്തോട് മുഖം നോക്കാത്തവരുണ്ട്, സലാം പറയാത്തവരുണ്ട്, പറഞ്ഞ സലാം മടക്കാത്തവരും ക്ഷണിക്കാത്തവരും ക്ഷണം സ്വീകരിക്കാത്തവരുമുണ്ട്. ലോകത്തിന്റെ തിരുദൂതൻ പറഞ്ഞ വാക്കുകൾ സത്യമാകുന്ന രൂപത്തിൽ അവനുണ്ടെങ്കിൽ ഞാൻ അങ്ങട്ടില്ല എന്ന് വാശി പറയുന്നവരുണ്ട്. അവൻ എന്നോട് സംസാരിച്ചാൽ ഞാൻ പിന്നെ അവിടെ നിൽക്കില്ല എന്ന് പക പറയുന്നവരുണ്ട്. അവസാനം വയക്കും വക്കാണവും പിണക്കവും ഏതുവരെ നമ്മൾ കൊണ്ടു നടക്കും? മരണം വരെ. അവസാനം മരിക്കുന്ന സമയത്ത് പോലും ആ പിണക്കം നമ്മൾ മാറ്റാറില്ല, അല്ലേ? മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ മയ്യത്ത് പങ്കെടുത്തപ്പോ 2 ആഴ്ചകൾക്ക് മുൻപ് ആ മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്ത് ആ കബറിലേക്ക് വെക്കുന്നതിന്റെ അരികിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആ മയ്യത്തിനെ നോക്കിയിട്ട്, എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യനാ, അവസാനം കിടക്കുന്ന കിടപ്പ് കണ്ടോന്ന്. അത്രേ ഉള്ളൂ മനുഷ്യരെ ദുനിയാവിൽ. എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും കാണിച്ചു കൂട്ടിയാലും 6 അടി മണ്ണിലേക്ക് മടങ്ങിപ്പോകേണ്ടവർ. ആ ബന്ധങ്ങൾ ഇന്ന് പലരും അലോഗ്യത്തിലാ. ഈ കൂട്ടത്തിലുണ്ടാകും പലരുമായിട്ട് അലോഗ്യം കൊണ്ടു നടക്കുന്നവര്. വാപ്പാനോട്, ഉമ്മാനോട്, വേലിക്കപ്പുറത്തുള്ള അയൽവാസികളോട്, കുടുംബക്കാരോട്, ബന്ധക്കാരോട്, മകൻ കെട്ടിയ വീട്ടുകാരോട്, മകളെ കെട്ടിയ വീട്ടുകാരോട്